എല്ലാ മതത്തെയും അംഗീകരിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കാൻ RSS നീക്കം നടത്തുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവോത്ഥാന നായകന്മാരെ സ്വന്തമാക്കാനാണ് RSS ശ്രമിക്കുന്നത്. ശ്രീനാരായണ ഗുരു സനാതന ഹിന്ദു സന്യാസിയാണെന്ന് പറഞ്ഞ സ്വാമി ശാരദാനന്ദ നാരായണ ഗുരുവിന്റെ വാക്കുകളെ ധിക്കരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിനെ സനാതന ഹിന്ദു സന്യാസി മാത്രമായി ചുരുക്കാൻ പ്രചരണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പിണറായി വിജയൻ രംഗത്തെത്തിയത്. അവർ ബോധപൂർവം ചെയ്യുന്നൊരു കാര്യമാണ് സ്വാതന്ത്ര്യ സമര പ്രതീകങ്ങൾ, നവോത്ഥാന പ്രതീകങ്ങൾ ഇവയൊക്കെ റാഞ്ചി തങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക. അത്തരമൊരു പദ്ധതി അവർ പടിപടിയായി നടപ്പാക്കുന്നു എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ നമുക്ക് കഴിയും. അതാണിപ്പോൾ ശ്രീനാരായണ ഗുരുവിലേക്ക് എത്തി നിൽക്കുന്നത്. ജാതിയുടെ കള്ളിയിൽപ്പെടുത്താൻ തന്നെ ചിലർ ഭാവിയിൽ ശ്രമിച്ചേക്കാമെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തനിക്ക് ജാതിയില്ലെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരു സനാതന ഹിന്ദു സന്യാസി എന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ സ്വാമി ശാരദാനന്ദയെ മുഖ്യമന്ത്രി നിശിതമായ ഭാഷയിൽ വിമർശിച്ചു. ഗുരുവിനെ മതത്തിൻ്റെ കള്ളിയിലടക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളുടെ പിന്നിലുള്ള വിപത്തിനെ സ്വാമി ശാരദാനന്ദയെ പോലുള്ളവർ കാണാതിരിക്കരുത്. നമുക്ക് ജാതിയില്ല എന്ന പ്രസ്താവനയുടെ പകർപ്പുകൾ സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ വിതരണം ചെയ്യും. മന്ത്രി AK ബാലൻ, കടകംപള്ളി സുരേന്ദ്രൻ, C രവീന്ദ്രനാഥ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, സ്വാമി ഋതംബരാനന്ദ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉറി ആക്രമണത്തിലെ ശക്തമായ അതൃപ്തി ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയാണ് പാക് ഹൈക്കമ്മീഷണർ അബ്ദുൽ ബാസിദിനെ വിളിച്ചു വരുത്തി അതൃപ്തി വ്യക്തമാക്കിയത്. ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാകുന്ന തെളിവുകളും ഇന്ത്യക്ക് കൈമാറി. 5 നിർണായകമായ തെളിവുകളാണ് കൈമാറിയത്. കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം കൂടി പൂർത്തിയായ സാഹചര്യത്തിലാണ് പാക് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വരുത്തിയത്. കാശ്മീരിലെ ഉറി സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി അവലോകന യോഗം ചേർന്നു. നിയന്ത്രണ രേഖയിലെ ഭീകര താവളങ്ങൾ തകർക്കാൻ യോഗം തീരുമാനിച്ചതായി സൂചന. ഭീകരാക്രമണത്തിന് രാജ്യത്തിനുള്ളിൽ നിന്ന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് പരിശോധിക്കാനും തീവ്രവാദ വിരുദ്ധ സേന തീരുമാനിച്ചു. അതേസമയം പാകിസ്ഥാനെ ഭീകര രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ കോൺഗ്രസിൽ സെനറ്റർമാർ ബിൽ അവതരിപ്പിച്ചു. ഉറി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ദില്ലിയിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ മേധാവി ദൽബീർ സിംഗ് സുഹാഗ് എന്നിവർ നിലവിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സഹായത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാ ഭീകര താവളങ്ങളും ആക്രമിക്കണമെന്ന ആവശ്യം ഉയർന്നുവന്നു. ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് കരസേനയ്ക്ക് ലഭിച്ചുവെന്നാണ് സൂചന. പാക് ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായാൽ ഇന്ത്യയുടെ തിരിച്ചടി ശക്തമായിരിക്കും. ഇന്ത്യ വ്യോമമാർഗം തിരിച്ചടിക്കുമെന്ന് ഭയന്ന് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. വാഷിംഗ്ടണിലുള്ള പാക് പ്രധാനമന്ത്രി നവാബ് ഷെരീഫ് പാക് സൈന്യ തലവനുമായി ചർച്ച നടത്തി. അതേസമയം ഉറി ആക്രമണ സ്ഥലത്ത് പരിശോധന ആരംഭിച്ച തീവ്രവാദ വിരുദ്ധ സേന NIA ആക്രമണത്തിന് രാജ്യത്തിനുള്ളിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. പാകിസ്ഥാനെ തീവ്രവാദ രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന ബിൽ അമേരിക്കൻ കോൺഗ്രസിൽ സെനറ്റർമാർ അവതരിപ്പിച്ചു. US ഭരണകൂടത്തിന്റെ പിന്തുണ ലഭിച്ചാൽ 4 മാസത്തിനകം ബിൽ നിയമമാകും. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായി പാകിസ്ഥാനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അമേരിക്ക നൽകി വരുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവെക്കും. ബില്ല് അവതരിപ്പിച്ച ഭീകരവിരുദ്ധ സബ് കമ്മിറ്റി ചെയർമാൻ ടെഡ് പോ ഉറി ഭീകരാക്രമണത്തെ അപലപിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാൻ ഇന്ത്യയെ ലജ്ജയില്ലാതെ ആക്രമിച്ചിരിക്കുകയാണെന്ന് നടൻ മോഹൻലാൽ. ദി കംപ്ലീറ്റ് ആക്ടർ എന്ന ബ്ലോഗിലൂടെയാണ് മോഹൻലാലിന്റെ വിമർശനം. ഏതു ഭീകരപ്രവർത്തനവും ലജ്ജാകരമാണെന്നും നാണം കെട്ടതാണെന്നും ലാൽ ബ്ലോഗിൽ പറഞ്ഞു. ഇന്ത്യയെ ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ ആക്രമിക്കാൻ ഈ ഭീകരർക്ക് സാധിക്കൂ. ഇന്ത്യ ഉണർന്നാൽ ലോകം തലകുനിക്കുമെന്നത് ഒരു ചരിത്ര സത്യമാണെന്നും മോഹൻലാൽ ബ്ലോഗിൽ പറയുന്നു. താനൊരു യുദ്ധക്കൊതിയനല്ലെന്നും എന്നാൽ ശത്രുവിന്റെ ആയുധം നമ്മുടെ ചങ്കിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അലസമായിരിക്കാൻ പാകത്തിന് യുദ്ധവിരുദ്ധനല്ലെന്നും മോഹൻലാൽ ബ്ലോഗിൽ പറഞ്ഞു. വാർത്തകളിലേക്ക്. പ്രത്യേക കേന്ദ്ര റെയിൽ ബജറ്റ് ഇനി മുതൽ ഇല്ല. പൊതുബജറ്റിനൊപ്പം റെയിൽവേ ബജറ്റും ഉൾപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതിയിൽ മാറ്റം വരുത്തി. ഫെബ്രുവരി അവസാന വാരം അവതരിപ്പിച്ചു വരുന്ന കേന്ദ്ര ബജറ്റ് ഇനി മുതൽ ജനുവരിയിൽ അവതരിപ്പിക്കും.
സാമ്പത്തിക നയങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ കേന്ദ്ര ബഡ്ജറ്റ് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കണം എന്ന നിലപാടിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. നിലവിൽ ഫെബ്രുവരി അവസാന വാരമാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇത് ജനുവരിയിൽ തന്നെ നടത്താൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. നിലവിൽ 2 മാസത്തെ ചെലവിനായി മാർച്ചിൽ കേന്ദ്ര സർക്കാർ ഓട്ടോ ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കാറുണ്ട്. ജനുവരിയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ ഓട്ടോ ഓൺ അക്കൗണ്ട് ഒഴിവാക്കാമെന്നാണ് ധനകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേക റെയിൽ ബഡ്ജറ്റും ഒഴിവാക്കി. റെയിൽവേക്ക് മാത്രമായി ഇനി ബഡ്ജറ്റ് ഉണ്ടാകില്ല. പകരം പൊതു ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്രമന്ത്രിസഭ കൈക്കൊണ്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായി. തൊടുപുഴയിൽ വെച്ച് കാമുകനാണ് 15 വയസ്സുകാരിയെ പീഡിപ്പിച്ചത്. സംഭവത്തിൽ കാമുകന്റെ സുഹൃത്തുക്കളടക്കം 4 പേരെ പോലീസ് പിടികൂടി. തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിനിയായ 15 വയസ്സുകാരിയാണ് പീഡനത്തിനിരയായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ കഴിഞ്ഞ 12-ന് കാമുകനായ തിരുവനന്തപുരം സ്വദേശി അഖിൽ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് തൊടുപുഴയിൽ അഖിലിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് പീഡനം നടന്നത്. പീഡനത്തിന് കൂട്ടുനിന്ന മറ്റ് 3 സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടി. ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. തിരുവനന്തപുരം ഫോർട്ട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം പെൺകുട്ടി സ്വമേധയാ കാമുകനൊപ്പം പോയതായിരുന്നുവെന്നും പറയപ്പെടുന്നു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയായതിനാൽ എല്ലാ പ്രതികൾക്കെതിരെയും പീഡനക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം കടയ്ക്കലിൽ 90-കാരിയായ വൃദ്ധയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതി പോലീസ് പിടിയിൽ. വെള്ളറാവട്ടം സ്വദേശി വിജയകുമാർ എന്ന ബാബുവാണ് അറസ്റ്റിലായത്. പ്രതിയെ വൃദ്ധ തിരിച്ചറിഞ്ഞു. രാജ്കുമാർ ടെലിഫോണിൽ ചേരുന്നു. രാജ്കുമാർ, എപ്പോഴാണ് പ്രതിയെ പിടികൂടിയത്? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി. ഉച്ചയോടുകൂടി തന്നെ വിജയകുമാർ എന്ന ബാബു പോലീസ് കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു. എന്നാൽ ഈ മൊഴികളിലെ പിന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും മറ്റും കണക്കിലെടുത്താണ്, ആ ഒരു വ്യത്യാസം കണക്കിലെടുത്താണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താതെയിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിൽ വൃദ്ധയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും ഒപ്പം മറ്റു ചില വിവരങ്ങൾ കൂടി പോലീസിന് ലഭ്യമായി. ഈ വൃദ്ധ തന്നെ ബാബുവിന്റെ മകനോട് അച്ഛനെ മോൻ എന്നെ ഒന്ന് കാണണം, ഒന്ന് വരണം എന്ന് ആവശ്യപ്പെട്ടു. ഇയാൾ ചെന്ന് പിതാവ് ബാബുവിനോട് പറയുകയും ബാബു പിന്നീട് ഈ മകൻ വരുന്നതിന് പകരം ബാബു തന്നെ നേരിട്ടെത്തി എന്തിനാ തന്റെ മകനെ വിളിച്ചെന്ന് ചോദിച്ചുകൊണ്ട് വൃദ്ധയെ വീട്ടിന് ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയും ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വൃദ്ധ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിക്രമിച്ച് കിടക്കൽ, അതുപോലെ തന്നെ ബലാത്സംഗ ശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് ബാബുവിനെതിരെ കേസെടുത്തിട്ടുള്ളതും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതും. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി ഒരു കാരണവശാലും ജയിലിന് പുറത്തിറങ്ങില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇതിനായി സർക്കാർ ശക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷൊർണൂരിൽ സൗമ്യയുടെ അമ്മ സുമതിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കോടിയേരി. 302 തന്നെ ശിക്ഷ വിധിക്കത്തക്ക വിധത്തിലുള്ള ഒരു നിലപാട് വേണമെന്നതുകൊണ്ടാണ് ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാരണവശാലും ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുന്ന സ്ഥിതി ഉണ്ടാവില്ല. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്ന വിധത്തിലുള്ള ശക്തമായ നടപടി ഗവൺമെൻറ് ഭാഗത്ത് സ്വീകരിക്കും. അതോടൊപ്പം 302 അടിസ്ഥാനത്തിലുള്ള ശിക്ഷ വിധിക്കത്തക്ക വിധത്തിലുള്ള തുടർ നടപടിയാണ് ഇനി ആവശ്യം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യും. കണ്ണൂർ പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസുകാരെ കോൺഗ്രസുകാർ മർദ്ദിച്ചു. സഹകരണ ബാങ്ക് പ്യൂൺ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ച് ധർണ നടത്തിയ യൂത്ത് കോൺഗ്രസുകാരെയാണ് കോൺഗ്രസ് നേതാക്കൾ അടിച്ചോടിച്ചത്. പയ്യന്നൂർ ടൗൺ ബാങ്കിൽ കോൺഗ്രസ് നേതാക്കൾ കോഴ വാങ്ങി പ്യൂൺ തസ്തികയിലടക്കം നിയമനം നടത്തുന്നുവെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ ധർണ നടത്തിയത്. സമരം ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കളും ബാങ്ക് ജീവനക്കാരും സമരപ്പന്തലിലെത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രതീഷിനെ കോൺഗ്രസ് നേതാക്കളുടെ മർദ്ദനത്തെ തുടർന്ന് തലപൊട്ടി ചോരയൊലിക്കുന്ന അവസ്ഥയുണ്ടായി. ദളിത് പെൺകുട്ടിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ മഞ്ജുള കൊയിലേരിക്കും മർദ്ദനമേറ്റു. ഇവരെ പയ്യന്നൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നിവിടെ മാരകമായ മർദ്ദനമേറ്റുകൊണ്ട് എൻ്റെ സഹപ്രവർത്തക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും പാർട്ടിക്ക് വേണ്ടി 18 വയസ്സ് മുതൽ വിവിധ വാർഡുകളിൽ മത്സരിച്ച് ഈ പാർട്ടിയെ നല്ലതരം സ്നേഹിച്ച ശ്രീ മഞ്ജുള കൊയിലേരി അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ചികിത്സയിലാണ്. ഈ പാർട്ടി നേതൃത്വം ഇതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ട്. നിർബന്ധമായി മറുപടി പറഞ്ഞേ പറ്റൂ. സാധാരണ ദളിത് യുവതിയെ പീഡിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പയ്യന്നൂരിലെ കോൺഗ്രസിന്റെയും ടൗൺ ബാങ്കിലെ ജീവനക്കാർ നടത്തുന്ന ഈ കൊള്ളതായ്മയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് എന്ന നിലയിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളായി മുന്നോട്ടേക്ക് പോകും.
നാളെ ഉമ്മൻചാണ്ടി അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ കണ്ണൂർ ജില്ലയിൽ അക്രമവിരുദ്ധ സമരം സംഘടിപ്പിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പയ്യന്നൂരിൽ ആക്രമണം നടത്തുന്നത്. നാളെ പയ്യന്നൂരിലടക്കം ആക്രമണത്തിന്റെ പേരിൽ സന്ദർശനം നടത്താനിരുന്ന നേതാക്കളെ സ്വന്തം പാളയത്തിലെ ആക്രമണങ്ങൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വാർത്തകളിലേക്ക്. വിജിലൻസ് കേസുകളിൽ പ്രതികളാകുന്നവരെ അറസ്റ്റ് ചെയ്യുവാനും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുമുള്ള അധികാരം നൽകണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടറുടെ കത്ത്. വിജിലൻസ് ആന്റി കറപ്ഷൻ ഓഫീസുകളോട് ചേർന്ന് ലോക്കപ്പുകൾ വേണമെന്നും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് സർക്കാരിന് കൈമാറിയ കത്തിൽ ആവശ്യപ്പെട്ടു. അഴിമതി കുറയ്ക്കാൻ വിജിലൻസ് കടുത്ത നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും കത്തിൽ പറയുന്നു. വിജിലൻസ് ഓഫീസുകളോട് ചേർന്ന് ലോക്കപ്പുകൾ വേണമെന്ന പ്രധാന ആവശ്യമുന്നയിച്ചാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് സർക്കാരിന് കത്ത് സമർപ്പിച്ചത്. വിജിലൻസ് കേസുകളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനുമുള്ള അധികാരവും സൗകര്യവും വിജിലൻസ് ഓഫീസുകളിൽ ഒരുക്കേണ്ടതുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് ലോക്കപ്പുകൾ. നിലവിലെ സംവിധാനത്തിൽ വിജിലൻസിന് യാതൊരു സൗകര്യവുമില്ലെന്നും വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് കൈമാറിയ കത്തിൽ പറയുന്നു. ലോക്കപ്പുകളുടെ രൂപരേഖ തയ്യാറാക്കി നൽകാൻ PWDയെ വിജിലൻസ് ഡയറക്ടർ നിയോഗിച്ചിരുന്നു. ഇതിന്റെ വിശദാംശവും വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. വിജിലൻസിൽ നടപ്പാക്കേണ്ട മറ്റു കാര്യങ്ങളുടെ പദ്ധതികളുടെ രൂപരേഖയും സർക്കാരിന് നൽകിയിട്ടുണ്ട്. അഴിമതി കുറയ്ക്കാൻ കടുത്ത നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ വിജിലൻസ് കേസന്വേഷണത്തിൽ പ്രതികളാകുന്നവർ തുടർ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ കേസിലെ തുടർ നടപടികളിൽ പലതിലും കാലതാമസവും വരുന്നു. ഇതിന് കാലോചിതമായ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിലെ വിജിലൻസിന്റെ നിർദ്ദേശങ്ങളും ജേക്കബ് തോമസ് സർക്കാരിന് നൽകിയ കത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. വിജിലൻസ് കേസിലെ പരിശോധനാ വസ്തുതകൾ സൂക്ഷിക്കാനുള്ള സംവിധാനവും വിജിലൻസ് ഓഫീസുകളിൽ ഒരുക്കേണ്ടതുണ്ടെന്നും വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് കുറ്റ്യാടി കടന്തറപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ അപകടത്തിൽപ്പെട്ട വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ കടന്തറപ്പുഴയിൽ മരിച്ചവരുടെ എണ്ണം 6ആയി. 4 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്താനായത്. കടന്തറപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടുപോയ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോഴും വിഷ്ണുവിനെ കണ്ടെത്താനാകാത്തത് നാട്ടുകാർക്ക് നിരാശയേക്കാളേറെ പ്രതീക്ഷയായിരുന്നു. ഏതെങ്കിലും പാറയിടുക്കിൽ ജീവന്റെ തുടിപ്പോടെ വിഷ്ണുവിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ. അപകടപ്പെട്ടവരിൽ ഏറ്റവും ചെറുപ്രായക്കാരനുമാണ് 19കാരനായ വിഷ്ണു. തലനാരിഴ ഭാഗ്യത്തിനാണ് അപകടത്തിൽ നിന്ന് വിഷ്ണുവിന്റെ ചേട്ടൻ ജിഷ്ണു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇതേ ഭാഗ്യം പക്ഷേ വിഷ്ണുവിനെ തുണച്ചില്ല. അപകട സ്ഥലത്തിന് 200 മീറ്റർ അകലെ പൂഴിത്തോട് പവർ ഹൗസിനടുത്തെ പാറയിടുക്കിൽ നിന്നാണ് വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 9 പേരടങ്ങുന്ന സംഘമാണ് ഞായറാഴ്ച വൈകിട്ട് കടന്തറപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടു പോയത്. ഇതിൽ 3 പേർക്ക് മാത്രമേ രക്ഷപ്പെടാനായുള്ളൂ. കോതാട് കൊടിക്കുന്നുമേൽ രാജന്റെ മകനാണ് മരിച്ച വിഷ്ണു. വിഷ്ണുവിന്റെ മൃതദേഹം കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.